പിന്നെ ആരാ n+1 ഫാക്ടോറിയൽ +3 ഇങ്ങനെ പോകും. അപ് ടു എവിടെ വരെ പോകും? n+1 ഫാക്ടോറിയൽ പ്ലസ് എന്തിനു വരും? n+1. ഒരു ഉദാഹരണം പറഞ്ഞ മോള്, എന്നിന് ഒന്നിൽ കൂടുതലുള്ള വാല്യൂസ് കൊടുക്കാം. ഒന്ന് കൊടുത്താൽ നമുക്ക് ഇവിടെ കാര്യം ഉണ്ടാവില്ല. എന്തായാലും രണ്ടു കൊടുത്ത് നോക്കിയേ. എന്നിന് രണ്ടു കൊടുത്ത് ഞാൻ ഗ്രേറ്റർ ദാൻ 2 ആയിരിക്കും സേഫ് ആവുക. ഒന്ന് നോക്കി n = 1 ആയാൽ എന്താ ഉണ്ടാവുക മക്കളെ? പറഞ്ഞേ. n = 1 ആയാൽ പറയും. ആളില്ലേ? n = 1 ആയ എന്ത് വരും മോളെ? പറഞ്ഞു. 2 ഫാക്ടോറിയൽ പ്ലസ് 2 പറയും. എത്രയത്? 4. പിന്നെ ഇവിടെ 2 ഫാക്ടോറിയൽ പ്ലസ് 3 എത്രയാ? 5. എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. എന്ത് നമ്പേഴ്സാ? കോമ്പോസിറ്റ് നമ്പേഴ്സ്. പക്ഷെ ഇവിടെ 5 കോമ്പോസിറ്റ് ആണോ? അപ്പൊ അതുകൊണ്ട് n ഗ്രേറ്റർ ദാൻ എന്താവുമായിരിക്കും നല്ലത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവണം നല്ലത്. ദാറ്റ് ഈസ് 2, 3, 4 എക്സെട്ര. അപ്പൊ 2 കൊടുത്താൽ എന്ത് വരും? ഒന്ന് പറയും. 2 കൊടുത്താൽ 3 ഫാക്ടോറിയൽ. അത് എത്രയാ? 6 + 2 റൈറ്റ്? 8, 9 പിന്നെ 10. ക്ലിയർ ആയോ? Is it clear? അപ്പൊ n എത്ര കൊടുത്തേ? 2 ആണ് കൊടുത്തത്. 2 കൊടുക്കുമ്പോ എത്ര കിട്ടുള്ളൂ? 2 കോൺസിക്യൂട്ടീവ് കിട്ടുള്ളൂ നമുക്ക്. ആരെയൊക്കെ കിട്ടി? 2 കൊടുത്താൽ 2 + 1 3 ഫാക്ടോറിയൽ, that is 6 + 2 8 പ്ലസ് ഒന്നും കൂടി ആഡ് ചെയ്യാം. അപ്പൊ 9. ഭാഗ്യത്തിന് ആരെയും കൂടി കിട്ടി നമുക്ക്? 10 കൂടി കിട്ടി. അപ്പൊ നമുക്ക് തിയറം ഗ്യാരണ്ടി ചെയ്യേണ്ടത് എത്രണ്ണേ ഉള്ളൂ? n-ന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു അത്രയ്ക്കും കോൺസിക്യൂട്ടീവ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണ് കിട്ടുക. അതാണ് ഗ്യാരണ്ടി. ക്ലിയർ ആയോ? പക്ഷെ നമുക്ക് ഇവിടെ എത്രണ്ണം കിട്ടുന്നുണ്ട്? 8ഉം 9 കിട്ടുള്ളൂ. പക്ഷെ 10 എഴുതിയാൽ എന്ത് തന്നെയാണ്? അതും എന്താ? കോമ്പോസിറ്റ് നമ്പർ അല്ലേ? 8ഉം 9ഉം 10ഉം കോമ്പോസിറ്റ് നമ്പർ അല്ലേ? കോൺസിക്യൂട്ടീവ് അല്ലേ? 11 കിട്ടുമോ? ഇല്ല. പറയുന്നത് എന്ത് നമ്പരാ? പ്രൈം നമ്പർ. ഇനി മോള് 2 കൊടുത്തു. 3 കൊടുത്താൽ എത്രയാ വരിക? 3 ഫാക്ടോറിയൽ അല്ലേ വരിക? 3 ഫാക്ടോറിയൽ പ്ലസ് 2 എത്രയാ വരുന്നത്? ഇപ്പൊ പറഞ്ഞത് അതാണോ? 3 കൊടുത്താൽ 4 ഫാക്ടോറിയൽ പ്ലസ് 2. 4 ഫാക്ടോറിയൽ പ്ലസ് 2 പറയും. What is 4 factorial? 4 factorial is 24. 24 plus 2, that is 26. After 26, പിന്നെ ആരാ വരിക? 27, 28. അങ്ങനെ കിടക്കാൻ പറ്റുമോ? 29 പറ്റുമോ? ഇല്ല. എന്താ അത്? 29 എന്ത് നമ്പറാ? പ്രൈം നമ്പറാ. പക്ഷെ ഇതിന്റെ ബാക്കിൽ കുറച്ച് സ്പേസ് എത്തുന്നുള്ളൂ നമുക്ക്. ഇനി നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്നത് ഈ 3 തന്നെ കിട്ടുള്ളൂ. n എത്രയും കൊടുത്താൽ നമ്മൾ n 3 കൊടുത്തേ. തിയറി അനുസരിച്ചിട്ട് 3 തന്നെ കിട്ടുള്ളൂ നമുക്ക്. ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയുടെ ആളിനെ കിട്ടി. ഇനി മോൾക്കൊന്ന് ബാക്ക് അടിച്ചാലും കുറച്ച് കിട്ടുമോ നോക്കിയേ. പറയാം. 26ന് മുന്നേ നമ്മളെ 25. അത് കോമ്പോസിറ്റ് അല്ലേ? കോമ്പോസിറ്റ് അല്ലേ? അടുത്തതായിട്ട് തൊട്ട് മുന്നേ 24. ഇനി കിട്ടോ? ഇല്ല. 23. അതെന്താ? പ്രൈം നമ്പറാണ്. അപ്പൊ നമുക്കിവിടെ ഗ്യാരണ്ടി ഉള്ളത് എന്താണ്? 3 26, 27, 28. അത് തിയറം ഗ്യാരണ്ടി ചെയ്യുന്നതാണ്. ഇത് രണ്ടും നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ്. കാരണം എന്താ? അങ്ങനെ ഉണ്ട് അവിടെ നമ്പേഴ്സ്. എന്ത് നമ്പേഴ്സ് ആയിട്ട്? കോമ്പോസിറ്റ് നമ്പേഴ്സ്. അപ്പൊ തിയറം നമുക്ക് എന്താ തരുള്ളൂ? ഗ്യാരണ്ടി തരും. എന്തായിട്ട് ഗ്യാരണ്ടി തരും? പറയുമ്പോളെ n കൊടുത്താൽ കിട്ടുന്നത് n നമ്പേഴ്സ് ആണ്. പക്ഷെ ഇവിടെ നമുക്ക് 3 n 3 കൊടുത്തപ്പോൾ 3 നമ്പറാണ് കിട്ടിയത്. പക്ഷെ അത് നമുക്ക് ഇൻ എഫക്റ്റിൽ എത്ര കിട്ടും? 5 കിട്ടും. ഇനി n-ന് അടുത്ത വാല്യൂ കൊടുത്ത് നോക്കിയുണ്ട് 4 കൊടുത്താൽ n = 4.
5 factorial plus 1 2 അല്ലേ 5 factorial plus 2 അല്ലേ വരിക what is 5 factorial 120 122 122 123 124 125 വേണ്ടത് എന്നിന് പോലാണ് 1 2 3 4 Can you follow? സൗണ്ട് പോയോ പിള്ളേരെ കേൾക്കാം സാർ കേൾക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം 122 ആണ് 121 ഫാക്ടർ ഉണ്ടോ നോക്കിയാൽ കോമ്പോസിറ്റ് ആണോ നോക്കിയാൽ 121 പെട്ടെന്ന് നോക്കി 121 കോമ്പോസിറ്റ് ആണോ അല്ല 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 അത് പ്രൈം ആണ് അല്ലെ പ്രൈം ആണ് ഇനി ഇവര് വേറെ കുറച്ച് നമ്പേഴ്സിനെ പറ്റി പറയുന്നുണ്ട് 90 91 92 നമ്മള് ടെക്സ്റ്റിലത്തെ കുറച്ച് പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും ഇനി അതൊക്കെ തൊട്ട് മുന്നേ സാറ് പറഞ്ഞായിരുന്നു എത്ര പ്രൈംസ് ഉണ്ട് എന്നറിയാൻ പയ്യൻ ദാറ്റ് ഈസ് നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ ആണത് പൈഎക്സ് പൈഎക്സ് എന്താ പറഞ്ഞ നമ്മള് സിഗ്മ 1 where p less than or p is a prime less than or equal to x am I right യെസ് സർ 10 കുറവുള്ള എത്ര പ്രൈം നമ്പർ ഉണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് പൈത്തൺ എത്ര പൈത്തൺ 4 പൈ 20 വരുമ്പോഴോ 8 വരും ഇതിന്റെ മീനിങ് മനസ്സിലായി ഇതിന് എന്താ വിളിക്കുക നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ എന്താണ് നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ നമ്പർ തിയററ്റിക് ഫംഗ്ഷൻ നോട്ട് ചെയ്യുക അതാണ് നമ്മുടെ എന്ത് പൈ ഫംഗ്ഷൻ പൈ ഓഫ് എക്സ് Can you follow? യെസ് സർ ഇനി നമുക്ക് ഈ ഒറിജിനൽ ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മോള് ഈ താഴെ പറയുന്നത് എന്താ അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടോ മോളെ കേൾക്കുന്നുണ്ടോ നോക്കുക അടുത്ത പറയുന്നത് ട്രൂ ഓർ ഫോൾസ് എന്നാണ് ചോദ്യം വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ് അപ്പൊ അത് നമ്പർ തിയറിയുടെ കുറച്ച് ഉൾക്കാമ്പിലേക്ക് കടക്കാൻ പറ്റും നമുക്ക് എ നോൺ പ്രൈം പോസിറ്റീവ് ഇന്റീജർ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എ നോൺ പ്രൈം അല്ലാത്ത പോസിറ്റീവ് ഇന്റീജർ ഒരു കോമ്പോസിറ്റ് ആണ് ശരിയാണോ തെറ്റാണോ ശരിയാണോ എ നോൺ പ്രൈം പോസിറ്റീവ് ഇന്റീജർ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ ശരിയാണ് എന്താ കാരണം അങ്ങനെ പറയാൻ നോൺ പ്രൈം ഏതൊക്കെ നമ്പേഴ്സ് പ്രൈം അല്ലാത്തത് നമ്മുടെ പ്രൈം ഏതാ സ്റ്റാർട്ട് ചെയ്യണേ ഏത് വെച്ചിട്ടാ പ്രൈം സ്റ്റാർട്ട് ചെയ്യണേ 2 3 5 ആണ് അതല്ലാത്ത നമ്പറുകളൊക്കെ കോമ്പോസിറ്റ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂ അതിന്റെ ഇടയിൽ ഒരു സാധനം ഒളിഞ്ഞു കിടക്കണില്ലേ വെരി ഗുഡ് ആരാ പറഞ്ഞത് റോസിയ വെരി ഗുഡ് അപ്പൊ പ്രൈം അല്ലാത്തവരൊക്കെ എന്താവണമെന്നില്ല നോൺ പ്രൈം പോസിറ്റീവ് ഇന്റീജേഴ്സ് എന്താവണം നിർബന്ധമില്ല കോമ്പോസിറ്റ് അതിന് എക്സാമ്പിൾ ഇപ്പൊ സൈറ്റ് ചെയ്താൽ മതി എന്താണ് 1 പ്രൈം അല്ല പക്ഷെ അത് എന്തുമല്ല കോമ്പോസിറ്റ് അടുത്തത് എ നോൺ കോമ്പോസിറ്റ് പോസിറ്റീവ് ഇന്റീജർ ഈസ് എ പ്രൈം Is it correct? Non-composite positive integer is a prime. False. കാരണം 1 is 1 ആണ് ബാക്കിയുള്ളതൊക്കെ ശരിയാണ് 1 വന്നാണ് ചതി പറ്റിയത് Every prime is odd. Is it true or false? Every prime is odd. എല്ലാ പ്രൈമും ഓഡാണ് ഓഡ് നമ്പറാണ് ശരിയാണോ ഫോൾസ് കാരണം ആരാണ് ഫോൾസ് പറഞ്ഞേ നന്ദന എന്താ കാരണം 2 ഈവൻ നമ്പർ 2 ഈവൻ ആണ് അപ്പൊ അത് തെറ്റല്ലേ Every prime is odd, correct or not?
False. false. False ആണ്. കാരണം എന്താ റോസിയ? 2. 2 is a prime number which is even. അല്ലേ? പി പ്രൈം ആണെങ്കിൽ പി പ്ലസ് 2 പ്രൈം ആണെന്ന്. ശരിയാണോ? പി പ്രൈം ആണെങ്കിൽ പി പ്ലസ് 2 പ്രൈം ആണോ? പി പ്രൈം ആണെങ്കിൽ പി പ്ലസ് 2 പ്രൈം ആണോ? അല്ല. അല്ല. കാരണം എന്താ? 2 പ്ലസ് 2 എന്താ സാധനം? 4. 4 പ്രൈമല്ല. 3 പ്ലസ് 2 അത് ഭാഗ്യത്തിന് എന്താ? പ്രൈമ. 5 പ്ലസ് 2 7 എന്താണ്? പ്രൈം. 7 പ്ലസ് 2 കോമ്പോസിറ്റ്. 9 പ്രൈം ആണോ? അല്ല. അല്ല. ഇനി പി പ്രൈം ആണെങ്കിൽ പി സ്ക്വയർ പ്ലസ് 1 പ്രൈം ആണെന്ന് പറയുന്നവര് പി പ്രൈം ആണെങ്കിൽ പി സ്ക്വയർ പ്ലസ് 1 പ്രൈം ആവോ ഇല്ലയോ? ശരിയാണെങ്കിൽ ശരി പറയാ, തെറ്റാണെങ്കിൽ തെറ്റ് പറയാ. തെറ്റാണ്. കാരണം പറയും. കാരണം 5 സ്ക്വയർ വരില്ല. 5 സ്ക്വയർ പ്ലസ് 1 26 അല്ലേ? അതെന്തല്ല? പ്രൈം അല്ല. പ്രൈം അല്ല. അപ്പൊ നന്നായിട്ട് ഉത്തരം പറയണ്ടല്ലോ പിള്ളേർ. ഇത് ആരാ പറഞ്ഞേ? പ്രൈം അല്ല. ആരാ പറഞ്ഞത്? ഞാനാ റോസിയ. റോസിയ തന്നെയാ പറഞ്ഞത്. സൗണ്ട് സാറിന് പിടിക്കില്ലേ? ചെവി കേട്ടൂടെ എന്നുള്ളതാണ് അല്ലേ? ഇനി there are infinite number of primes. Is it correct or not? There are infinite number of primes. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാ. യെസ്. കാരണം പ്രൈം നമ്പർ അവസാനിക്കോ? ഇല്ല. ഇല്ല. നമ്മൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് മോളെ. ഒരു വലിയ പ്രൂഫ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കണം സാധനം അത്. There are infinite number of composite numbers. Is it correct? Infinite composite numbers. പറയൂ മക്കളെ. ട്രൂ ആണ്. ട്രൂ ആണ്. ട്രൂ ആണ്. ട്രൂ ആണ്. ഇനി ഒരു പ്രൈം നമ്പർ എ ബിനെ ഡിവൈഡ് ചെയ്താൽ then p divides either a or p divides b. ശരിയാണോ തെറ്റാണോ? ഒരു പ്രൈം നമ്പർ ഒരു പ്രോഡക്റ്റിനെ കോമ്പോസിറ്റ് നമ്പർ ആകുമ്പോഴേ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുക. ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ എനെ ഡിവൈഡ് ചെയ്യും അല്ലെങ്കിൽ പിനെ ഡിവൈഡ് ചെയ്യും. ശരിയാണോ തെറ്റാണോ? ട്രൂ ആണ്. കാരണം ഉദാഹരണത്തിന് മക്കൾ 15 എടുത്തു കരുതുക. 15നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇല്ലേ പിള്ളേരെ? ശരിയല്ലേ? 15നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ 15ന് എനിക്ക് 3 എഴുതിക്കൂടെ? പറ്റും. ഓക്കെ. അപ്പൊ ഈ 3 ആരെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അത് സംഭവിക്കണേ? 3 ആരെ ഡിവൈഡ് ചെയ്യും? ആരെ ഡിവൈഡ് ചെയ്യുള്ളൂ? 3നെ ഡിവൈഡ് ചെയ്യും. 5നെ ഡിവൈഡ് ചെയ്യൂ? ഇല്ല. ഇല്ല. അപ്പൊ ഓർ മതി. എനെയോ അല്ലെങ്കിൽ ബിനെ. ക്ലിയർ ആയോ മക്കളെ? അടുത്തൊരു നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോ. 28. 28നെ 7 ഡിവൈഡ് ചെയ്യില്ലേ? 28നെ പ്രൈം നമ്പർ ആയിട്ടുള്ള 7 ഡിവൈഡ് ചെയ്യും. 4 28 എന്ന് അറിയാൻ മക്കൾക്ക് ഇല്ലേ? ഒന്ന് പറയൂല്ലേ? അറിയില്ലേ? അറിയാം. അറിയാം. 28 എനിക്ക് 2 14 എഴുതിക്കൂടെ? ആരെ ഡിവൈഡ് ചെയ്യാള്? 2നെയാണോ 14നെയാണോ? 14. 14. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി പറഞ്ഞത് എന്താ വെച്ചാല് അടുത്തത് വളരെ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കിട്ടോ, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ആ പേജ് ഫോട്ടോ എടുത്ത് അയച്ചത്. നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ ടെക്സ്റ്റിന്റെ PDF ഉണ്ടാവും. ടെക്സ്റ്റിന്റെ PDF ഇല്ലേ നിങ്ങളുടെ കയ്യില്? ഉണ്ട്. ഉണ്ട്. അതൊന്നും നോക്കുന്നത് നല്ലതാ. കാരണം എന്ത് ബ്യൂട്ടിഫുൾ ടെക്സ്റ്റാന്ന് അറിയോ? നമ്മുടെ എല്ലാം വളരെ വൃത്തിയായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോട് അങ്ങനെ സംസാരിച്ചു ഇതിനെ പറ്റി. ആരായിരുന്നു അത്? അതുലുണ്ടോ മോനെ?
അതിനോട് ഞാൻ സംസാരിച്ചായിരുന്നു. ആ ടെക്സ്റ്റ് വായിച്ചു നോക്കിയിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ടെക്സ്റ്റ്. എക്സാമ്പിൾസ് പോണ പോക്ക് കണ്ട. ഇനി n factorial plus 1. There are primes of the form n factorial plus 1. ശരിയാവൂ പിള്ളേരെ? പ്രൈംസ് ഒക്കെ n factorial plus 1 ഫോമിലായിരിക്കും. ശരിയാണോ? ചെക്ക് ചെയ്തേ. 1 factorial plus 1 2 ആണ്. 2 factorial plus 1 എത്രയും മക്കളെ? 3 ആണ്. രണ്ടും പ്രൈം ആണ്. അടുത്ത് പറയും മോളെ 3 factorial എത്ര? 3 factorial 6 plus 1 7 ആണ്. അടുത്ത് പറയും 4 factorial 24. 24 plus 1 5. 25. അവിടെ വെച്ച് നമ്മുടെ കഥ പൊട്ടില്ലേ മക്കളെ? അത് പൊട്ടിയത് മനസ്സിലായോ? 25 എന്തല്ല? പ്രൈം അല്ല. അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? പ്രൈംസ് ഒക്കെ ഏത് ഫോമിലാണെന്ന് പറഞ്ഞേ? ശരിയാണോ? അല്ല. അല്ല. ആദ്യത്തെ രണ്ടെണ്ണത്തിലൊക്കെ നമ്മള് ചക്കിട്ട മോലിയത്തെ പോലെ 2, 3, 7 കിട്ടി. പക്ഷെ അടുത്തതിന് വന്നപ്പോ എത്ര കൊടുത്തപ്പോഴാ? എത്ര കൊടുത്തപ്പോഴാ ഇത് കിട്ടി? 4 കൊടുത്തപ്പോ 25 ആയി. അതെന്തല്ല? പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പർ അല്ല. അടുത്ത എന്തായിരിക്കും? 120 plus 1 121. അതൊക്കെ ചിലപ്പോ ആവാം അല്ലേ? ക്ലിയർ ആണോ മക്കളെ? ഈ ചോദ്യത്തിന് ഉത്തരം n factorial plus 1 പ്രൈം ആണോ അല്ലയോ? പ്രൈം അല്ല. അപ്പൊ അതുകൊണ്ട് ഈ റിസൾട്ട് ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. ഇനി ഇതില് എക്സസൈസിൽ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാല് ഡിറ്റർമിൻ വെദർ ഈച്ച് ഈസ് പ്രൈം ഓർ കോമ്പോസിറ്റ്. 129 പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞേക്കണം. ഇത് കോമ്പോസിറ്റ് അല്ലേ? ഇത് ഈവൺ നമ്പർ അല്ലല്ലോ, ഓഡ് നമ്പർ അല്ലേ മക്കളെ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ, ശ്രദ്ധിക്കുന്നുണ്ട്? ഈ 129 2 കൊണ്ട് പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നോക്കിയേ. 12ന് 4, 9ന് 3. ശരിയല്ലേ? അപ്പൊ 129 എന്തായി? 3 into 43 അല്ലേ? പ്രൈം ആണോ 129? 129 പ്രൈം ആണോ അല്ലല്ലോ? എന്താണ്? കോമ്പോസിറ്റ് ആണ്. ഇനി 270 is it prime or composite? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് പറ്റും. നോക്കിയേ. പിന്നെ 5 കൊണ്ട് പറ്റുമോ? 5 കൊണ്ട് പറ്റില്ലല്ലോ. എന്താ നിങ്ങൾ എത്ര സ്ലോ ആവണ? ഞാൻ പറഞ്ഞത് ഡിലേ ആവണ്ട നമുക്ക്? ഹലോ, ഇല്ല സാർ, പറ്റില്ല. പറ്റില്ല. പിന്നെ 7 കൊണ്ട് പറ്റും നോക്കിയേ. എത്ര? 31. ശരിയല്ലേ? അപ്പൊ പ്രൈം ഓർ കോമ്പോസിറ്റ്? 270 കോമ്പോസിറ്റ് ആണ്. കാണുമ്പോ നമുക്ക് ഈ 129 ചിലപ്പോ പ്രൈം ആണെന്ന് വിചാരിക്കും. പിന്നെ 217 എന്താന്ന് വിചാരിക്കും? പ്രൈം ആണെന്ന് വിചാരിക്കും. ഇനി 1001 is it prime or composite? ആവോ? 3 കൊണ്ട് പറ്റുമോ നോക്കി മക്കളെ? 3 പറ്റുമോ? എന്ന് പറയൂലേ? പറ്റില്ല. 5 പറ്റുമോ? 7 പറ്റുമോ? പറ്റുമോ? 10ല് 1, 30ല് 4,
ബാക്കി 2 21 മൂന്ന്. 3 ശരിയല്ലേ? കിട്ടിയ മക്കളെ? ആ. ഈസ് ഇറ്റ് കോമ്പോസിറ്റ് ഓർ പ്രൈം? എന്താണ്? കോമ്പോസിറ്റ്. കോമ്പോസിറ്റ് ആണ്. ഇനി 1729 വീഡിയോ ചെയ്ത് നോക്കുക കേട്ടോ. ആരാ 1729 വീഡിയോ ചെയ്താൽ മതി. ക്ലിയർ ആയോ? യെസ് സർ. ഇനി നമ്മള് നമ്പർ ഓഫ് പ്രൈംസ് കാണാനായിട്ട് ഒരു സൂത്രം പറഞ്ഞായിരുന്നു, ഒരു ഫോർമുല പഠിപ്പിച്ചില്ലേ സാറ്? എത്ര നമ്പർ ഓഫ് പ്രൈംസ് ഉണ്ടെന്ന് കാണിക്കാനായിട്ട് നമ്മള് റൂട്ട് എന്നിന്റെ ഫ്ലോറിനേക്കാൾ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എടുക്കും അല്ലെ? എന്താണ് പ്രൈം നമ്പേഴ്സ് ആരുടെ താഴെയുള്ളത് എടുക്കും? റൂട്ട് എന്നിന്റെ എന്താണ്? ഫ്ലോർ. അന്ന് നമ്മൾ ചെയ്ത കണക്ക് എന്തിനായിരുന്നു? n എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? കണക്ക് ചെയ്തത് n ഈക്വൽ ടു ജീവനില്ല നിങ്ങക്ക്. n ഈക്വൽ ടു എന്തിനാ ചെയ്ത സാർ അന്ന്? 100-നാണ് ചെയ്തത്. എന്നിട്ട് അവിടെ റൂട്ട് 100 എത്രയാ? പറയൂ 10 ആണ്. അപ്പൊ 10-നേക്കാൾ കുറവുള്ള പ്രൈംസ് ആണ് എടുത്തത്. എവിടെ ആരൊക്കെയായിരുന്നു? 2, 3, 5 and 7. ഇവരാണ് ആരെക്കാൾ കുറവ്? 10-നേക്കാൾ കുറവ്. എന്നിട്ട് നമ്മൾ അവിടെ സൂത്രം ഒപ്പിച്ചേർന്നു. കാണാനായിട്ട് ഒരു ഫോർമുല പറഞ്ഞിരുന്നില്ല? എന്താണ് പയ്യൻ കാണാൻ ഫോർമുല? എന്താ? പയ്യൻ ഈക്വൽ ടു n-1 ഓർക്കുന്നുണ്ടോ? പ്ലസ് പൈ ഓഫ് റൂട്ട് n മൈനസ് സിഗ്മ ഫ്ലോർ ഓഫ് n ബൈ പി ഐ. അടുത്ത എന്തായിരുന്നു? പ്ലസ് പറയുമ്പോൾ സിഗ്മ n ബൈ പി ഐ പി ജെ. യെസ് സർ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്ലസ് മൈനസ് ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കും. അവസാനം എല്ലാ പ്രൈംസും വരുന്ന ഒരു സാധനം വരും. ഒന്നിടവിട്ട് എന്ത് വരും? ചിഹ്നം മാറും. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? യെസ് സർ. അപ്പൊ നമ്മുടെ ഫോർമുല ഇതാണ്. ഇത് വെച്ചിട്ട് നമ്മളിവിടെ എക്സസൈസിൽ കുറെ പ്രോബ്ലം എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 47-ന് താഴെയുള്ള എല്ലാ പ്രൈം നമ്പർ, എത്ര പ്രൈം നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് പ്രൈംസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 47. പറയും മക്കളെ, എന്നെ എത്രയാ തന്നേക്കണേ? 47. 47-ന്റെ റൂട്ട് ആരുടെ ഇടയ്ക്കാ എടുക്കുക? 49-ന്റെ റൂട്ട് എത്രയാ? 7. 36-ന്റെ റൂട്ട് എത്രയാ? 6. അപ്പൊ ഫ്ലോർ ഓഫ് റൂട്ട് 47, what will be that? 6. Very good. കാരണം എന്താ? 47-ന്റെ മുകളില് 49 ആണ്, എന്നാലും 7 ആവുള്ളൂ. ഇവിടെ എത്രയാ? നമുക്ക് ഫ്ലോർ അല്ലേ വേണ്ടേ? ഫ്ലോർ എത്ര കിട്ടുക? അപ്പൊ 6 ആണ് കിട്ടുക. അപ്പോ നമുക്ക് പ്രൈംസ് ആരെ താഴെയുള്ള പ്രൈംസ് നോക്കിയാൽ മതി. പറയൂ, പറയാ ആരൊക്കെ? 2, 2, 3, 5. ഇതാണ് നമ്മുടെ P1, P2 എക്സെട്ര Pk എന്ന് പറയുന്നത്. അപ്പൊ P1, P2, P3 അല്ലേ ഉള്ളൂ? ആരേ ഉള്ളൂ? P1, P2, P3. P1 ഈക്വൽ ടു ആരാ? 2. P2 ഈക്വൽ ടു ആരാ? 3. P3 ഈക്വൽ ടു ആരാ? 5. എന്നിട്ട് നമ്മൾ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് വേഗം ഒന്ന് പറയാൻ നോക്കി. പൈ ഓഫ് എത്ര കിട്ടണ്ടേ? 47 ആണ് കിട്ടുന്നത്. ഈക്വൽ ടു n എന്ന് പറയുന്നത് എത്ര? ഇവിടെ 47 അല്ലേ? 47 മൈനസ് 1 പ്ലസ് പൈ ഓഫ് റൂട്ട് n കിട്ടണം. അതായത് റൂട്ട് n-ന് താഴെ എത്ര പ്രൈം നമ്പർ കിട്ടി നമുക്കിപ്പോ? 3. പ്ലസ് 3 മൈനസ്. ഇനി ചെയ്യേണ്ടത് ഓരോന്നിനും 47
ഓരോ ആള് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. പി ഐ ആദ്യത്തെ ഡിവിഷൻ ആരായിട്ടാ? ഇപ്പൊ മൈനസ് ഓഫ് കൊടുക്കാൻ നമുക്ക്. ആദ്യം ആരോണ്ടാ ഡിവൈഡ് ചെയ്യണ്ടേ? P1 ഉണ്ട്. എത്ര? 2 അല്ലേ? പറയും മക്കളെ. 47 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഫ്ലോർ കാണണ്ടേ? 47ന്റെ പകുതി എത്രയാ? 23.5 അല്ലേ? 23.5യുടെ ഫ്ലോർ എത്രയാ? 23. 23. അപ്പൊ 23 കിട്ടി. പ്ലസ് ഇനി അതിന്റെ ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോളേ 47 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ഫ്ലോർ എത്രയാ? 15. 15 വരും. പ്ലസ് 15 പ്ലസ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 9. 9 45 9 വരും. മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? ഇനി എന്താ വേണ്ടത്? മൈനസിന്റെ ഓപ്ഷൻ കഴിഞ്ഞ് ഇനി ഏതാ വേണ്ടത്? പ്ലസ് അല്ലേ? പ്ലസ് എത്ര എണ്ണം വെച്ചെടുക്കണം? 2 എണ്ണം. 2 എണ്ണം വെച്ചെടുക്കണം. അപ്പൊ മക്കളൊന്ന് പറഞ്ഞേ, പ്ലസ് ഇട്ടിട്ട് ഏതൊക്കെ വരണം? 2 എണ്ണം വെച്ചെടുക്കുമ്പോ ഏതൊക്കെ? 2ഉം 3 എടുത്തൂടെ? അപ്പൊ ആരോണ്ട് ഡിവൈഡ് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ആരെയാ? 47 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പറയുമ്പോ ഫ്ലോർ എത്രയാ? 7. 7. പ്ലസ് പിന്നെ 2ഉം 5 എടുത്തോളൂ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ ഫ്ലോർ എത്രയാ? 4. 4. പ്ലസ് 3ഉം 5 എടുക്കുമ്പോ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 3. ഇനി ഓപ്ഷൻ ഇവിടെ ഈ 3 ഓപ്ഷനല്ലേ വരുള്ളൂ. 3 ആളിൽ നിന്ന് എത്ര ആളെ വെച്ചിട്ട് എടുക്കണം മക്കളെ? 3 ആളിൽ നിന്ന് എത്ര 2 പേരെ വെച്ചിട്ട് എടുക്കല്ലേ? 3C2 എന്ന് പറയാം. That is 3 into 2 divided by 1 into 2. എത്ര പ്രാവശ്യം വരിക? 3 ടൈംസ് വരിക. നമുക്ക് 3 ആൾ എടുത്തില്ലേ നമ്മള്? ആരൊക്കെ എടുത്തേ? 2 5 3 5. 3 എടുത്തില്ലേ? 3 കോമ്പിനേഷൻ എടുത്തില്ലേ? അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായില്ലേ? അപ്പൊ ഇനി 3 കൂടി ഒരുമിച്ച് എടുക്കണം. അതിന് ചിന്ത എന്താ? മൈനസ് ആണ്. 3 ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 3 6 5 പറയണില്ലേ? 5 എത്ര? 30. 30 കൊണ്ട് ആരെ ഡിവൈഡ് ചെയ്യുക? 47 ഡിവൈഡ് ചെയ്യുമ്പോ ഫ്ലോർ 1. അപ്പൊ -1. ക്യാൻ യു ഫോളോ? എന്നിട്ട് ഇതൊന്നും കൂട്ടി വെച്ച് പറഞ്ഞു മക്കളെ. 47 1 പോയാൽ 46 3 49. ഇതൊന്ന് ആഡ് ചെയ്ത് പറഞ്ഞേ. 23 + 15 38 9 38 9 പറയും പിള്ളേരെ. 47 7 3 10 14 -1 എനിക്ക് വരണേ 2 + 13 എത്ര വരുന്നേ മൊത്തം? പറയൂള്ളരെ 15. നിങ്ങൾ കൂട്ടി നോക്കിയോ? സാറിന് തെറ്റ് പറ്റൂട്ടോ. ഈ വക കാര്യങ്ങൾ സാറ് ശ്രദ്ധിക്കാറില്ല. ഈ ന്യൂമറിക്കൽ വർക്ക് ചെയ്യും. എത്ര കിട്ടി നിങ്ങൾക്ക്? എത്ര കിട്ടി? 15. 15. എണ്ണി നോക്കണം. 47 താഴെയുള്ളവരൊക്കെ വീട്ടിൽ ചെയ്താൽ മതി അല്ലേ? ഇനി 61 ചെയ്യുമ്പോ എന്താ ചെയ്യുക? 61 താഴെയുള്ള ഫൈൻഡ് പിന്നെ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 61. എന്താ പ്രൊസീജിയർ? എന്താ വേഗം പറയൂ. അത് കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോവാം. റൂട്ട് 61 കാണണം. അത് എവിടെയാ കിടക്കുക? അതിന്റെ ഫ്ലോർ കാണണം. അത് എത്രയാ? റൂട്ട് 61ന്റെ ഫ്ലോർ ഏതാ? 7 ആണ്. കാരണം 49 കഴിഞ്ഞാൽ പിന്നെ 64 വരുന്ന സ്ക്വയർ വരുന്നത്. അപ്പോ 49നും 64നും ഇടയ്ക്കാണ് 61 വരുന്നത്. അപ്പൊ 61ന്റെ റൂട്ടിന്റെ ഫ്ലോർ എപ്പോഴും എത്രയായിരിക്കും? 7 ആയിരിക്കും. 49ന്റെ റൂട്ട് ആയിരിക്കും 7 ആയിരിക്കും. അപ്പൊ ആരൊക്കെ എവിടെ ആദിമാര്? 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ആയിട്ടുള്ള എന്ത് കാണണം? പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാ അത്? 2 3 5. 2 3 5ഉം 7 വരില്ലേ? അപ്പൊ ഇവിടെ ഒരാളും കൂടി കൂടും. നേരത്തെ നമ്മൾ 2 3 5 ആയിരുന്നു. ഇവിടെ ആരും കൂടി വരും? 2 3 5 7.
7. ഇതാ P1, P2, P3, പിന്നെ ആരും കൂടി വരും? P4. P4. എന്നിട്ട് ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തൂടെ മക്കളെ? ചെയ്തൂടെ? ആ സർ. ഓക്കെ. അപ്പോ പിന്നെ പറഞ്ഞത് പിന്നെ 61 പറഞ്ഞു. 96 ഹോംവർക്ക് ആയിട്ട് ചെയ്യട്ടെ പിള്ളേരെ. അടുത്തേതാ? 96. പിന്നെ 131. നിങ്ങൾ വെറുതെ ഇരിക്കട്ടെ, അതൊക്കെ ചെയ്തു നോക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. 131 താഴെയുള്ള എന്ത് നോക്കണം? നമ്പർ ഓഫ് പ്രൈംസ്. ഈ 131 നമ്മൾ അതിന്റെ റൂട്ടിന്റെ ഫ്ലോർ എന്തായിരിക്കും പിള്ളേരെ? 131 റൂട്ടിന്റെ ഫ്ലോർ 11 ആയിരിക്കും. കാരണം എന്താ? 11ന്റെ 121 അല്ലേ? 12ന്റെ 144. അതിനിടയ്ക്കല്ലേ 131 കിടക്കണേ? കണ്ടോളൂ. ഓക്കെ. ഇനി ഫൈൻഡ് 5 കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ലെസ് ദാൻ 100. അത് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞില്ലേ? പിള്ളേരെ നോക്കിയാൽ നമ്മൾ 26, 27, 28 കണ്ടില്ലേ? അതിന് മുന്നേ രണ്ടാളും കൂടി ആഡ് ചെയ്ത് 24ഉം 25ഉം. മനസ്സിലായോ? അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുഴപ്പമില്ലാത്തതാണ്. അത് എന്താണ്? ഫൈൻഡ് 5 കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ലെസ് ദാൻ 100 ദാറ്റ് ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. കിട്ടിയോ? 24, 25, 26, 27, 28. ഇനി ആ 90s ഒരെണ്ണം കൂടി വരും. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് കണ്ടുവെച്ചോളൂ. എബൌട്ട് 90 ഉണ്ടല്ലോ, അതിൽ 6 കണ്ട് അടുപ്പിച്ച് വരുന്ന എനിക്കാണ്. നോക്കിക്കോളാം മക്കള് കേട്ടാ. അത് നമ്മുടെ മറ്റേ ഫോർമുല ഉപയോഗിച്ച് കിട്ടണതല്ല, അത് ബൈ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്നതാണ്. ഓക്കെ. ഇനി ഫൈൻഡ് n കോൺസിക്യൂട്ടീവ് ഇന്റിജേഴ്സ് ദാറ്റ് ആർ കോമ്പോസിറ്റ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് n. അത് നമുക്ക് നേരത്തെ ചെയ്തതാണ്. 7 പറഞ്ഞാൽ അതെങ്ങനെ കിട്ടും മക്കളെ? 7 n 7 ആണെങ്കിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം തന്നെ. എത്ര കോമ്പോസിറ്റ് നമ്പർ കിട്ടണം നമുക്ക്? പറയൂണികളെ. 7 പോയാ നേരത്തെ പറഞ്ഞു തന്നെ പിള്ളേരെ. എത്ര കോമ്പോസിറ്റ് നമ്പർ കിട്ടണം? 7 കോമ്പോസിറ്റ് നമ്പേഴ്സ്. പറയൂ. n + 1 ഫാക്ടോറിയൽ +2 അല്ലേ തുടങ്ങണേ? ഏതൊക്കെ വരിക കൂടെ? 8 ഫാക്ടോറിയൽ +2 പിന്നെ +3 +4 അല്ലെ? അങ്ങനെയല്ലേ പോവാ മക്കളെ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 8 ഫാക്ടോറിയൽ? പെരുക്ക് എത്രയാ? 40320. 40320. ശരിയല്ലേ മോളെ? 6 ഫാക്ടോറിയൽ എത്ര? 120 അല്ലേ? അല്ല, 5 ഫാക്ടോറിയൽ 120. 6 ഫാക്ടോറിയൽ 720. 720. 7 ഫാക്ടോറിയൽ 5040. 5040. 8 ഫാക്ടോറിയൽ ഇത് ഉറപ്പല്ലേ? 40320. അപ്പൊ അതിന്റെ കൂടെ 2 ആഡ് ചെയ്യാം. 22. 40322. അത് ഫസ്റ്റ് അല്ലേ? കോമ്പോസിറ്റ് അല്ലേ? പിന്നെ 3 ആഡ് ചെയ്യുക, 4 ആഡ് ചെയ്യുക. അങ്ങനെ എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും? 7 എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. 8 പറഞ്ഞാൽ അറിയാലോ. 7 15 കൊടുത്താൽ മതി. 8 കൊടുത്താൽ മതി. അപ്പൊ ആ കാൽക്കുലേഷൻ ഒക്കെ മക്കളോ. 10 പറഞ്ഞാൽ അറിയാലോ, 9 പറഞ്ഞാൽ അറിയാലോ, ഒക്കെ അറിയാലോ. ഓക്കെ. ഇനി 100ന് താഴെയുള്ള എല്ലാ പ്രൈം നമ്പറിനും ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവൂലോ? ബുദ്ധിമുട്ടാവോ? നമ്മൾ ചെയ്തല്ലേടോ. സി ഓഫ് എന്താണ്? ഇറാസ്തോസ്തനീസ്. കേൾക്കുന്നുണ്ടോ മക്കള്? സമയം എത്രയായിടും? സമയം എത്രയും? 11:15. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? n² + 1 100ന് താഴെയുള്ള
n സ്ക്വയർ പ്ലസ് ഫോമിലുള്ള 1 ഫോമിലുള്ള പ്രൈംസ് പറയാനാ പറഞ്ഞേക്കണേ. ഒന്ന് ആയിട്ട് പറഞ്ഞോളൂ. 1 സ്ക്വയർ പ്ലസ് 1 2 പിന്നെ 2 സ്ക്വയർ പ്ലസ് 1 5 അപ്പോ 2 5 ഇനി 3 സ്ക്വയർ പ്ലസ് 1 10 വേണോ? എന്ത് നമ്പർ ആവണം? പ്രൈം നമ്പർ. ശരിയാവോ? ഇല്ല. അടുത്തത് 4 സ്ക്വയർ പ്ലസ് 1 17. ശരിയാണോ? ആ. ഇനി 25 പ്ലസ് 1 കോമ്പോസിറ്റ് ആണ്. ഇനി 6 സ്ക്വയർ പ്ലസ് 1 37 എടുക്കണോ പോണോ? എടുക്കണം. 37. പിന്നെ 7 സ്ക്വയർ പ്ലസ് 1 കോമ്പോസിറ്റ്. 8 സ്ക്വയർ പ്ലസ് 1 കോമ്പോസിറ്റ്. 9 സ്ക്വയർ പ്ലസ് 1 കോമ്പോസിറ്റ്. നമ്മളിവിടെ 100 താഴെ പറഞ്ഞിട്ടുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ആ പറഞ്ഞേക്കണേ. 100ന്റെ 10 സ്ക്വയർ പ്ലസ് 1 അത് പറഞ്ഞിട്ടില്ലേ നമ്മളോട് എടുക്കാൻ. ഇത് കോമ്പോസിറ്റ് തന്നെയല്ലേ പിള്ളേരെ? 101 കോമ്പോസിറ്റ് അല്ലേ? കോമ്പോസിറ്റ് ആണോ? പ്രൈമാണ്. അപ്പൊ 101 എടുക്കണ്ട. എത്ര വരെ ഉണ്ടു? 100 വരെ പോണ്ട്. Can you follow? ഇനി ട്വൈൻ പ്രൈംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ട്വൈൻ പ്രൈംസ്. അപ്പൊ ആദ്യം ട്വൈൻ പ്രൈംസ് എന്താന്ന് അറിയണം മക്കളെ. അതായത് 2 ഡിഫറൻസ് ഉള്ള 100ന് താഴെയുള്ള പ്രൈംസ് പറഞ്ഞു. ട്വൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്വൈൻ പ്രൈംസ് മീൻസ് പ്രൈംസ് തമ്മിൽ എത്ര ഡിഫറൻസ് ഉള്ളൂ? എത്ര ഡിഫറൻസ് പ്രൈംസ് തമ്മിൽ പറയുന്നുണ്ണിയല്ലേ? ട്വൈൻ പ്രൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈംസ് തമ്മിൽ എത്ര ഡിഫറൻസ് വേണ്ടത്? 2 2 3 ശരിയാവോ? ഇല്ല. ഡിഫറൻസ് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. എത്ര വേണ്ടേ? 2. അപ്പോൾ ഉള്ളത് പറഞ്ഞ ഡിഫറൻസ് ഉള്ളത് 2 ഉള്ളത് പറഞ്ഞ്. ഏതാ? 5 7 2ഉം 3ഉം കിട്ടില്ല. 3ഉം 5ഉം കിട്ടില്ല പിള്ളേരെ. അവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2. ഇനി 5ഉം 7. 7. ഇനി ഉണ്ടാ 7ഉം 9ഉം പറ്റുമോ? ഇല്ല. നടക്കമാട്ടെ. 9 എന്തല്ല? പ്രൈമല്ല. അടുത്ത് പറയും. നിങ്ങൾ സ്പീഡിൽ വരട്ടെ. ഈ കുഞ്ഞുങ്ങൾ ഈ നമ്പറുകൾ ഭയങ്കര ഇഷ്ടമാണല്ലോ കുട്ടികൾക്ക്. അടുത്ത് പറയും. 1130 ശരിയല്ലേ? 17 19 അടുത്ത് പറട്ടെ. 17 19 വന്നു. അതാരാ പറഞ്ഞേ? അവസാനം പറഞ്ഞത് ദീപക്. അടിപൊളി. അത് പറഞ്ഞു പോയി. അടുത്ത് പറഞ്ഞു ദീപക്. 41 43. അല്ല ബാക്കിയുള്ള ഒന്നും കിട്ടില്ല. 27 29 എത്ര 27 29 വീട്ടിൽ 27 29 27 29 29 31. 29 അങ്ങനെ പിടിച്ചു പോകണ്ട. 29 31 ശരിയല്ലേ? 31 33 വരുമോ? ഇല്ല. 33 37 വരുമോ? ഇല്ല. 35 വരുമോ? ഇല്ലല്ലോ. 41 43. 37 39 വരില്ലല്ലോ. ഇല്ല. പിന്നെ 41 43. ഇനി ആരാ? 59 61. 59
61 നോക്കുന്ന പിള്ളേരെ അതിൽ വലുത് 59 ഉണ്ടോ? ഫാക്ടർ ഉണ്ടോ നോക്കി. പ്രൈമ പ്രൈം അല്ലേ? 61 ആ എന്താണ്? പ്രൈമ പ്രൈം ആണ്. ഓക്കെ. 59 and 61. പിന്നെ ഏതാ അടുത്ത് വരുന്നത്? രണ്ട് ഇരട്ടയ്ക്ക് വരുന്നത് 71 73 71 73. ഇനി എന്താ മിണ്ടാത്തെ? കഴിഞ്ഞോ ഇല്ലയോ? 100 വരെ 100 വരെ മതി. ആ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു അല്ലെ? എത്ര ഉണ്ട് അപ്പോൾ? ട്വൈൻസ് അല്ല, ട്വൈൻ പ്രൈംസ് എത്ര ഉണ്ട് അപ്പോൾ? 1 2 3 4 5 6 7 8. എത്ര പേരുണ്ട് അപ്പൊ? 8 8 പേര്. രസമുണ്ട് അല്ലേ? ആ പക്ഷെ നിങ്ങൾ അത് ചോദിക്കണ നേരത്തെ ഒക്കെ നാവടങ്ങി ഉള്ളിലേക്ക് ഊത്തിരുന്നോട്ടോ. സാറ് ഇങ്ങനെ ദിക്കും തരും കാണിച്ചിട്ട് നിങ്ങൾ കാണിക്കില്ല, സാറിന് നല്ല ദേഷ്യം വരും. യെസ്. അപ്പോ എന്ത് പ്രൈംസാ പറഞ്ഞ നമ്മള്? എന്ത് പ്രൈംസാ? ട്വൈൻ പ്രൈംസ് ആണ് മക്കളെ. ഇതില് ഈ പുസ്തകം വായിക്കുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യക്കാര് 2 പിള്ളേര്, ഓക്കെ, ഇന്ത്യക്കാര് 2 പിള്ളേര് ഒരു അൽഗോരിതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താണ്? എന്ത് അൽഗോരിതം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്. അത് എവിടെയാന്നുള്ളത് ടെക്സ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് അടുത്ത ദിവസം എന്നോട് പറഞ്ഞോളൂ. ഇന്ത്യക്കാര് പഠിക്കണ പിള്ളേര്, അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് എന്നാ പറഞ്ഞത്. നിങ്ങളുടെ പോലത്തെ സ്റ്റുഡൻസ്. ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? ആ UG സ്റ്റുഡൻസ്, PG സ്റ്റുഡൻസ് എന്നാ പറയുക. UG സ്റ്റുഡൻസ് മീൻസ് അണ്ടർ ഗ്രാജുവേറ്റ്. undergraduate, that is going on graduation, growing on. PG students means പോസ്റ്റ് post ഗ്രാജുവേറ്റ്. graduation going on. അപ്പൊ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആരാ? അതിന്റെ സാമ്പിൾ ആരാണ്? അവരാണ് എന്റെ മുന്നിൽ ഇരിക്കണം ഉള്ളത്. അതില് ഇന്റർനാഷണലി ഫേമസ് ആയിട്ട് 2 മുതലുകൾ ഈ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അടുത്ത ദിവസം പറഞ്ഞോളൂ അവര്. ക്ലിയർ ആയോ? 2002 അവരൊരു അൽഗോരിതം ഉണ്ടാക്കിയിരിക്കുക പിള്ളേരെ. സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ തിയറിയുടെ വലിയ വലിയ തിയറംസ് പറഞ്ഞപ്പോൾ ചങ്ങാതി പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്താ ഇതിനുണ്ട് യാതൊരു ഓർക്കില്ലേ മക്കളെ? യാതൊരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞു വെച്ചിരുന്നു പണ്ടത്തെ ആള്. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസുകാർ മുഴുവൻ പണിയുന്നത് എഴുതുമ്പോഴാണ് ഈ നമ്പർ തിയറിയിലാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമുക്ക് അവസാനിപ്പിക്കാം.